കോഴിക്കോട് ബാലുശ്ശേരി നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. ഇവിടെ രണ്ടാം വട്ടവും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുകയാണ് KM സച്ചിൻ ദേവ്. MLA എന്ന നിലയിൽ 1700 കോടിയിലധികം വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തിയത് എന്നാണ് സച്ചിൻ ദേവ് അവകാശപ്പെടുന്നത്. കിഫ്ബി വഴി നമുക്ക് 509 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. അതിൽ പ്രധാനമായും നമ്മുടെ റോഡുകളുടെ വികസനം, മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ആധുനിക BMN/BC നിലവാരത്തിലേക്ക് ഉയർത്തി നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് റോഡുകളുടെ വികസനത്തിൽ ശ്രദ്ധേയമായൊരു മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുടെ വികസനം എന്നുള്ള നിലയിൽ പ്രധാനം ബാലുശ്ശേരിയിൽ താലൂക്ക് ആശുപത്രിയുടെ വികസനമായിരുന്നു. 26 കോടി രൂപ ചെലവഴിച്ചാണ് മികച്ച കെട്ടിടങ്ങളും ഭൗതിക സൗകര്യങ്ങളോടുകൂടി ബാലുശ്ശേരി താലൂക്ക് ആശുപത്രി നിർമ്മിച്ചിട്ടുള്ളത്. ബാലുശ്ശേരിയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനം ബാലുശ്ശേരി ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും കിഫ്ബി വഴിയുള്ള പണം ചെലവഴിച്ചു. നല്ല നിലയിലുള്ള ഭൗതിക സൗകര്യങ്ങൾ കോളേജിൽ ഒരുക്കാനായി ക്യാൻറ്റീൻ, അതോടൊപ്പം ഹോസ്റ്റൽ, ക്ലാസ് മുറികൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സംവിധാനങ്ങൾ, ലൈബ്രറികൾ, ഇതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ടൂറിസം രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ നല്ല മുന്നേറ്റം നമുക്ക് ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട പുഴകൾക്ക് കുറുകെയുള്ള കരകളെയും ബന്ധിപ്പിക്കുന്ന പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാകുന്ന വിധത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. മണ്ഡലത്തിൽ സ്കൂളുകൾ പ്രത്യേകിച്ച് ഒരു വലിയ മാറ്റത്തിന് വിധേയമായ കാലമാണ് ഈ കാലം. ഹൈസ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ UP സ്കൂളുകളൊക്കെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയാകുന്ന വിധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ മാറി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു മുന്നേറ്റമാണ്. അങ്ങനെ കിഫ്ബി യഥാർത്ഥത്തിൽ വലിയ മുന്നേറ്റം, വലിയ ഇടപെടൽ ഈ വികസനം എന്നുള്ള നിലയിൽ നടത്താനായി എന്നുള്ളത് ബാലുശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കേറെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയാണ്. ആകെ മൊത്തം മറ്റെല്ലാ പദ്ധതികളോടും ചേർത്ത് ഏകദേശം 1700 കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ കാലയളവിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ചില പദ്ധതികൾ നേരത്തെ ഉള്ളതിൻ്റെ തുടർച്ചയായി പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു. ആ പദ്ധതികളുടെ പൂർത്തീകരണം സാധ്യമായി. ഇപ്പോൾ നിരവധി പദ്ധതികൾ, അതിന് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു. ഏതായാലും ബാലുശ്ശേരിയുടെ ഒരു സുവർണ കാലം എന്നുള്ള നിലയിലേക്ക് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പൊതുവെ വിശകലനം ചെയ്യുമ്പോൾ മണ്ഡലത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും.